نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون വിശ്വാസിനികളെ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ശഅബാൻ 29. ഇന്ന് മഗ്‌രിബ് ബാങ്കിന് ശേഷം 26 മിനിറ്റ് ചന്ദ്രൻ മാനത്ത് ബാക്കിയുണ്ടാകും. സൂര്യാസ്തമയത്തിന് ശേഷം 26 മിനിറ്റ് അഥവാ 7:03 ചന്ദ്രൻ അസ്തമിക്കുക, 6:37 സൂര്യൻ അസ്തമിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാസപ്പിറവി ദർശിക്കുവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അങ്ങനെ ദർശിച്ചാൽ നാളെ ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് റമളാൻ 1 ആയിരിക്കും. അഥവാ വല്ല കാരണത്താലും ദർശിക്കാൻ മാസപ്പിറവി കാണാൻ സാധിച്ചില്ല എങ്കിൽ ശഅബാൻ 30 നാളെ പൂർത്തിയാക്കി ഞായറാഴ്ച റമളാൻ 1 ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറയുന്നത്. സൂമു ലിറുഹിയതിഹി വഫ്തറു ലിറുഹിയതിഹി. നിങ്ങൾ അതിനെ ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പനുഷ്ഠിക്കുക. അതിനെ ദർശിക്കുന്നതിന്റെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ, മാസപ്പിറവിയുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശഅബാൻ ഇന്ന് 29 എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ റമദാനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അത് കാണണം, കണക്ക് മാത്രം പോരാ എന്ന നസ്സായ കൽപ്പന ഉള്ളത് കൊണ്ടാണ് ഇന്ന് നോക്കുവാൻ വേണ്ടി ഹിലാൽ കമ്മിറ്റി അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും കാണാൻ സാധ്യതയുണ്ട് എങ്കിൽ നമുക്ക് അതിന് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുവാനുള്ള സംവിധാനം ഹിലാൽ കമ്മിറ്റി തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തൊട്ടുടനെ തന്നെ നമുക്ക് വിവരം ലഭിക്കും. എന്തായാലും റമദാനിലേക്ക്
ഒന്നുകിൽ ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ രാത്രിയോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസക്കാലം ആ ഒരു വിശിഷ്ട അതിഥി നമ്മുടെ കൂടെയാണ് ഉള്ളത്. അതിനെ സ്വീകരിക്കുവാനുള്ള മാനസികമായ ശാരീരികമായ ഒരു ഒരുക്കമാണ് ഇനി ഉള്ള നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ നമ്മൾ നടത്തേണ്ടത്. നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കയറി വന്നാൽ നമ്മൾ വളരെ പെട്ടെന്ന് അവിടെ ഓടി പാഞ്ഞ് ഒരു അറേഞ്ച്മെന്റ്സ് വരുത്തും. ഓ, ആ ചെരുപ്പൊക്കെ അവിടെ നിരത്തിയിട്ടൊക്കെയാണ്, സിറ്റ് ഔട്ട് അടിച്ചു കയറിയിട്ടൊന്നുമില്ല, കസേര ഓർഡറിലല്ല, സോഫയൊക്കെ വിലങ്ങിനാണ് കിടക്കുന്നത്. വളരെ ഓടിപ്പിടിച്ച് ധൃതിയിൽ നമ്മൾ അവിടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ്സ്, നിങ്ങൾ വരുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒരുങ്ങുമായിരുന്നു എന്ന് ഒരു പക്ഷെ നമ്മൾ പറയുകയും ചെയ്യും. ഇനി ഒരു അതിഥി വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിച്ചാൽ വീട്ടുകാരെല്ലാരും കൂടിയിട്ട് പെട്ടെന്ന് കഴിയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തുക. അയാൾക്കുള്ള ഭക്ഷണം മാത്രമല്ല നമ്മൾ ഒരുക്കുക, ആ വീടിന്റെ പരിസരവും ചുറ്റുപാടും വീടിനകവും പുറവും ഒക്കെ കിച്ചൺ അടക്കം നമ്മൾ എല്ലാം വളരെ പെട്ടെന്ന് തെർത്തീവാക്കും. സഹോദരിമാര് നമ്മളൊക്കെ അതിൽ അതിവിദഗ്ധരാണ്. ഗസ്റ്റ് പെട്ടെന്ന് കയറി വരുന്നുണ്ട് എന്ന് വിവരം കിട്ടിയാൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന അതിഥിയാണെങ്കിൽ വളരെ പൂർണ്ണമായ നിലക്ക് അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തും. ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് നമ്മളെ സന്ദർശിക്കാനിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത മുൻകൂട്ടി തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ്, അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനങ്ങൾ കരഗതമാക്കാൻ സാധിക്കുന്ന, നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പുണ്യമാസമാണ് വരുന്നത്. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ പോരായ്മകളെ കരിച്ചു കളയുവാനുള്ള ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭമാണ് വരുന്നത്. നാം ഒരുപാട് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗം നമുക്ക് ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല സമ്മാനത്തിന്റെ സമയമാണ് വരുന്നത്. നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അനുഗ്രഹീതമായ സമയമാണ് വരുന്നത് എന്നുള്ളതാണ് സന്തോഷ വാർത്ത. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അതിഥിയെ സ്വീകരിക്കുവാൻ നമ്മൾ എല്ലാ നിലക്കും മാനസികമായും അല്ലാത്ത നിലക്കും ഒരുങ്ങേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ, തന്റെ അനുചരന്മാരെ, അനുയായികളെ, ആളുകളെ സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. എന്നിട്ട് പറയും, ഖദ് ജാഅകും ശഹ്റു റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ഏറെ അനുഗ്രഹീതമായ ഒരു മാസമാണ് അത്. കതബല്ലാഹു അലൈക്കും സിയാമ, ആ ഒരു മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫീഹി തുഫ്തഹു അബ്വാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണത്. വതുഗ്ലഖു ഫീഹി അബ്വാബൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണത്. വതുഗല്ലു ഫീഹി ശയാതീൻ, പിശാച്ചിനെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണത്. ഫീഹി ലൈലത്തുൻ, അതിലാവട്ടെ മനോഹരമായ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. അങ്ങനെയുള്ള ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആ മാസത്തിലെ ഖൈർ, നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അവന് എല്ലാ കാര്യങ്ങളും തടയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരു അനുഗ്രഹീത മാസം ഒരിക്കൽ കൂടി അനുഭവിക്കുവാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പോയി. അവരിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ ഈ ഭൂമുഖത്ത് ജീവനോടെ നടക്കുവാനും ഇരിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീഖോട് കൂടി ബാക്കിയുണ്ട്. എന്നാൽ
ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലർക്കും ഇന്ന് ആ സൗഭാഗ്യമില്ല, അവർക്ക് ഇന്ന് അത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അടുത്ത വർഷം നമ്മൾ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കാർക്കും പ്രവചിക്കാൻ സാധിക്കുകയുമില്ല. അതാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും സംവിധാനങ്ങൾ എത്ര വളർന്നാലും അടുത്ത ശ്വാസം ഞാൻ എടുക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും നൽകാൻ ഒരു സംവിധാനത്തിനും പറ്റൂല. ജീവിതത്തിന്റെ അടുത്ത വളവ് എങ്ങോട്ടാണ്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് പ്രവചിക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധിക്കുകയില്ല. നെക്സ്റ്റ് മൊമെന്റ് ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കുവാൻ ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിന്റെയും സംവിധാനത്തിനും സാധിക്കുകയില്ല. അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ അല്ലേ നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ രാത്രി മുതൽ, മാരിബോട് കൂടിയാണല്ലോ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത്, മാരിബിന് തന്നെയാണല്ലോ റമദാൻ അവസാനിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഒരുങ്ങേണ്ടത് മാനസികമായിട്ട് അതിനുള്ള സജ്ജരാവുക, ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സുകൊണ്ട് ഒരുങ്ങുക. വീട്, പരിസരം, ചുറ്റുപാട്, അകം, പുറം ഒക്കെ നമ്മൾ വൃത്തിയാക്കി. പള്ളി നമ്മൾ അൽഹംദുലില്ലാ വളരെ മനോഹരമായി നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, എല്ലായിടത്തും വൃത്തിയാക്കി. അതൊക്കെ നല്ലത് തന്നെയാണ്. നനച്ചുകുളി എന്ന് പഴയ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു പരിപാടി ഇന്നിപ്പോ അതും ഒരു ഒഫീഷ്യൽ സംവിധാനമായി മാറി. എന്തായാലും വീടും പരിസരവും പള്ളി ആയാലും എല്ലാ സംവിധാനങ്ങളും ഇടക്കൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അത് റമദാനിന് മുമ്പാകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാനസികമായ നമ്മുടെ ഒരു വൃത്തിയാക്കലാണ്. ഈ വീട്ടിലെ മാറാലയും പൊടിയൊക്കെ തട്ടി മനസ്സിലെ മാറാലയും പൊടിയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും പൊങ്ങച്ചവും മറ്റുള്ളവരോടുള്ള കുശുമ്പും കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും കൂടെ നിന്നുകൂടായ്മയും ചിരിച്ചുകൂടായ്മയും മുഖത്ത് നോക്കിക്കൂടായ്മയും ഷെയ്ക്കാൻഡ് കൊടുത്തുകൂടായ്മയും അവരുമായിട്ടുള്ള തെറ്റ് വിട്ടുകൂടായ്മയും അവർക്ക് പുറത്തു കൊടുത്തുകൂടായ്മയും ഒക്കെ നിലനിൽക്കുകയാണ്. പക്ഷെ വീടും പരിസരവും ആ പള്ളിയും അൽഹംദുലില്ലാ ഗംഭീരം. ഒന്നാമത്തെ സഫ് തന്നെ ഉണ്ടാകും. ഏത് കാര്യത്തിന് വിളിച്ചാലും മൂപ്പര് ഉഷാർ. ഒന്നാമത്തെ സഫായാലും രണ്ടാമത്തെ സഫായാലും ഏത് സഫായാലും ഏത് കാര്യത്തിന് മൂപ്പര് ഗംഭീരാണ്. പക്ഷെ മൂപ്പരുടെ മനസ്സിപ്പോഴും അതേപോലെ തന്നെ. അതില് ഓക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, അതിൽ ഓനൊരു മാറ്റമില്ല. എല്ലാം ഒരുക്കം പെർഫെക്റ്റാ, ഒരു പ്രശ്നമില്ല. പക്ഷെ മനസ്സ് റെഡി ആയിട്ടില്ലെങ്കിൽ, മനസ്സിൽ ഇപ്പോഴും ഈ വെറുപ്പും പൊങ്ങച്ചവും കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും ഒക്കെ ആണ് എങ്കിൽ അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാവണമെങ്കിൽ അള്ളാഹു അവന്റെ പ്രവാചകൻ വെച്ചിട്ടുള്ള കണ്ടീഷനാണ് ആളുകളുമായുള്ള ബന്ധം ആദ്യം റെഡിയാക്കുക എന്നുള്ളത്. ആളുകളുമായുള്ള ബന്ധം റെഡിയാക്കാതെ, ആളുകളുമായുള്ള ബന്ധത്തിലുള്ള പുഴുക്കുത്തുകൾ പരിഹരിക്കപ്പെടാതെ റമദാൻ എത്ര നമ്മൾ എടുത്തിട്ടും നോമ്പ് എത്ര നമ്മൾ നോറ്റിട്ടും ഖിയാമുൽ ലൈലിൽ എത്ര നമ്മളെ കുമ്പിട്ട് സുജൂദ് ചെയ്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ടും സഹോദരങ്ങള് ഒരു ഉപകാരമില്ല. പരലോകത്ത് കാറ്റത്ത് കൂട്ടിയിട്ട വെണ്ണീർ കൂമ്പാരം പോലെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ നശിപ്പിച്ച് ഇഹത്തിനും പരത്തിനും പറ്റാത്തവരാക്കി നമ്മളെ മാറ്റുന്ന ഒരു ദുരവസ്ഥ പരലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത് തന്നെയാണ് പ്രധാനം. ഇതൊക്കെ എന്തിനാ നിങ്ങള് നിങ്ങള് സൂദ് സ്വീകരിക്കി, വിഭവം സമാഹരിക്കി. ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ്. നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ട ആയത്തിന്റെ അവസാനം പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, തഖ്വയുണ്ടാവാൻ. എന്താ തഖ്വ? നമ്മുടെ ഭാവഹാദികളിലാണോ തഖ്വ ഇരിക്കുന്നത്? വേഷഭൂഷാദികളിലാണോ തഖ്വ ഇരിക്കുന്നത്? കണ്ണിന്റെ ഗോഷ്ഠികളിലും ശരീരത്തിന്റെ പ്രകൃതികളിലുമാണോ തഖ്വ ഇരിക്കുന്നത്? അല്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ നോക്കുന്നില്ല. ഞാന്
എമ്പാടും കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? എനിക്ക് തക്കുവുണ്ട്. ഒരു കാര്യമില്ല. അതൊക്കെ നമ്മൾ പറയാണ് തക്കുവയോണ്ടാ കൊടുക്കണെന്നുള്ളത്. നമ്മളെ ഉള്ളെന്താന്നുള്ളത് നമ്മളെക്കാൾ അള്ളാഹ്ക്കറിയാം. എന്റെ രൂപം അങ്ങനെയായതുകൊണ്ട്, എന്റെ ഷെയ്പ്പ് അങ്ങനെയായതുകൊണ്ട്, എന്റെ കോലം ഇങ്ങനെയായതുകൊണ്ട് എനിക്ക് തക്കവയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു വചനത്തിൽ അമാലിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. അത് നന്നായോ, ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദ് കുല്ലുഹു, അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി. വൈദാ ഫസദത്ത്, അത് ചീത്തയായാൽ ഫസദൽ ജസദ് കുല്ലുഹു, ശരീരം മൊത്തം ചീത്തയായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൽബ് നന്നാക്കുക. അഹ്ലൻ റമദാനിന് പറഞ്ഞാൽ, അഹ്ലൻ റമദാനിന് പറഞ്ഞാൽ, റമദാനിന് സ്വാഗതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റമദാനിനെ സ്വീകരിക്കാൻ എന്റെ നെഞ്ച് റെഡിയാണ് എന്നുള്ളതാണ്. നനച്ചു കുളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുറ്റവും പുരയിടവും നനച്ച് കുളിച്ചിരിക്കുന്നു എന്നല്ല. ഹൃദയം നനച്ച് കുളിച്ചിരിക്കുന്നുവോ? ബന്ധങ്ങളിലുള്ള വിഘ്നങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്നുവോ? പരസ്പരമുള്ള അസൂയയും പകയും മനസ്സിലെ കിബറും മാറ്റിവെച്ച് ഉള്ളറിഞ്ഞ് ചിരിക്കാൻ, മുഖത്തോട് മുഖം നോക്കാൻ, അവന്റെ കൂടെ സുജൂദ് ചെയ്യാൻ, അവന് മനസ്സറിഞ്ഞൊന്ന് കൈകൊടുക്കാൻ, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഉപ്പാക്ക് ഉമ്മാനെ കണ്ടുകൂടാ, ഉമ്മാക്ക് ഉപ്പാനെ കണ്ടുകൂടാ, ഉപ്പാക്ക് ഉമ്മാക്കും മക്കളെ കണ്ടുകൂടാ, മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ. എളാപ്പി മൂത്താപ്പിയായിട്ട് പ്രശ്നം, അമ്മാവനും അമ്മായിയായിട്ട് പ്രശ്നം, അയൽക്കാരുമായിട്ട് പ്രശ്നം, നാട്ടുകാരുമായിട്ട് പ്രശ്നം, ഒരു സഫിൽ ഒന്നിച്ച് നിൽക്കുന്നവർ തമ്മിൽ പ്രശ്നം. മൂപ്പർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല, ഓൾ അവിടെ ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് തന്നെ ഞാൻ പോവുക. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദ് കുല്ലുഹു. ആദ്യം സഹോദരങ്ങളെ, കൽബ് നന്നാക്കണം. തുറന്ന് ചിരിക്കാൻ, മുഖം കൊടുക്കാൻ, മനസ്സ് തുറക്കാൻ, വിട്ടുകൊടുക്കാൻ. അൽ അഫു, അൽ അഫു, അൽ അഫു. 14 നൂറ്റാണ്ട് മുൻപ് നമ്മളെ നന്നാക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ സൂത്രവാക്യം ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ്. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് സമാധാനം കിട്ടണോ, നമുക്ക് രക്ഷപ്പെടണോ, നമുക്ക് ആശ്വാസം കിട്ടണോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ, നമ്മുടെ ലൈഫിന് സുഖം കിട്ടണോ, നമുക്ക് സംതൃപ്തിയും സമാധാനവും ലഭിച്ച് അസ്വസ്ഥതയില്ലാത്ത ജീവിതം അനുഭവിക്കണോ, ഫോർഗീവ്നെസ്, വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. അൽ അഫു. അതെ, അത് ഞാൻ മറക്കൂല. അജ്ജാദ്യ ഓളിനോട് ചെയ്തത് അത് ഞാൻ പുറത്തെടുക്കൂല. ആ ജാതി കാട്ടിലാണ് ഓലിനോട് കാട്ടിയത്. എന്താ വിഷയം? ഒരു കല്യാണത്തിന് വിളിക്കാത്തതോ, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാത്തതോ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ, പണ്ടത്തെ ഏതെങ്കിലും ഒരു കഥയോ പാരമ്പര്യമായിട്ട് കൈമാറിയതോ, ചിലപ്പോ കാര്യമുള്ളതായിരിക്കാം, കാര്യമില്ലാത്തതായിരിക്കാം. ഇനി കാര്യമുള്ളതാണെന്ന് വെക്കട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് നന്നായി പെരുമാറിയവരോട് നിങ്ങളും അങ്ങോട്ട് നന്നായി പെരുമാറുക. ഇങ്ങോട്ട് നന്നായി പെരുമാറിയവരോട് നിങ്ങൾ അങ്ങോട്ടും നന്നായി പെരുമാറുക. അതാർക്കും പറ്റും. അതിന്റെ ബാക്കി കൂടി റസൂൽ പഠിപ്പിച്ചു. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോടും നിങ്ങൾ അങ്ങോട്ട് നന്നായി പെരുമാറുക. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താ? ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ, ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ. അത് ജാഹിലിയത്താണ്. ജാഹിലിയത്തിന്റെ ഒരുപാട് വേസ്റ്റ് തലയിലേറ്റിയിട്ടാണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത്. അല്ലാഹു റസൂൽ സദസ്സിലുള്ള ഒരു സഹാബിയോട് പറഞ്ഞു, ഇന്ന ഫീക ജാഹിലിയ, നിന്നിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശം ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാൻ എത്ര കഴിഞ്ഞു? 20 റമദാൻ, 30 റമദാൻ, 40 റമദാൻ, 50 റമദാൻ, ഒരു പക്ഷെ 60 റമദാൻ, അതിൽ കൂടുതൽ പിന്നിട്ടവർ ഇരുന്നിട്ട് പറയാണ്, അത് ഞാൻ വിട്ടുകൊടുക്കൂല. അല്ലാഹു റസൂൽ പറഞ്ഞത്, നിന്നിൽ നമ്മളിൽ ജാഹിലിയത്തിന്റെ അംശം ഇപ്പോഴും ബാക്കിയുണ്ട് എങ്കിൽ നോറ്റ് വീട്ടിയ നോമ്പുകൾക്ക് എന്തർത്ഥമാണുള്ളത്?
കുനിഞ്ഞ റുക്കൂകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? കൊടുത്ത പണത്തിന് എന്ത് പ്രതിഫലമാണുള്ളത്? ഒന്നും കിട്ടാൻ പോണില്ല. ബന്ധങ്ങളെ നന്നാക്കുക, പോരായ്മകളെ പരിഹരിക്കുക, അതാണ് അഖിലൻ റമദാൻ. അതാണ് നനച്ചുകൂടി. നനക്കേണ്ടത് മനസ്സിനെയാണ്, പരിശുദ്ധമാക്കേണ്ടത് ഹൃദയത്തെയാണ്. അലാ വഹിയൽ ഖൽബ്, അറിയുക, അതാണ് ഹൃദയം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു പറഞ്ഞു, ഒരാൾക്കും ഒന്നും ഉപകാരപ്പെടാത്ത ദിനം, അവരുടെ സമ്പത്തോ മക്കളോ ഉപകാരപ്പെടാത്ത ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല ഒരു ഹൃദയം ആർക്കാണോ കിട്ടിയത് അവര് അന്ന് രക്ഷപ്പെടും. നോക്കൂ നിങ്ങൾ, ചില സ്വഹാബാക്കളെ കണ്ടിട്ട് പറയാണ്, സ്വർഗക്കാരനായ ഒരാൾ ഇപ്പൊ വരും. സ്വഹാബികൾ ഇങ്ങനെ കാത്തിക്ക, ആരായിരിക്കും സ്വർഗക്കാരൻ? ഒരു സ്വഹാബി വന്നു, എല്ലാരും അയാളിങ്ങനെ സാഗൂതം ശ്രദ്ധിച്ചു. സിദ്ദീഖുൽ അക്ബർ അല്ല, ഫാറൂഖ് ഉമർ അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ല, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ല, അംർ ബിൻ അൽ-ആസ് അല്ല, ബിലാൽ അല്ല, സഅദ് ബിൻ അബീ വക്കാസ് അല്ല, പ്രമുഖരാരുമല്ല. ആർക്കും പലപ്പോഴും പേര് പോലും അറിയാത്ത ഒരു സാധു മനുഷ്യൻ. എല്ലാരും ഇങ്ങനെ നോക്കി, ഇതെന്തേ ഇയാൾക്കത്തെ പ്രത്യേകത? അന്നത്തെ ദിവസം അവസാനിച്ചു. പിറ്റേന്നും റസൂലുള്ളാഹി പറയാണ്, സ്വർഗക്കാരൻ ഒരാൾ ഇപ്പൊ വരും, വേണമെങ്കിൽ കണ്ടോളി. നോക്കുമ്പോ അയാൾ തന്നെ. മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി ഇത് തന്നെ ആവർത്തിച്ചു. അന്നും വന്നത് ഈ വ്യക്തി തന്നെ. ഇതെന്താ ഇയാൾ ഇത്ര കൂടുതൽ ചെയ്യുന്നത്? ആ ഭാഗത്തെ മക്കൾ സംസാരിക്കണം. നിങ്ങൾ ഒരു രണ്ടാളോട് നീക്കി കുറച്ചും കൂടി സൈഡിലേക്ക് മാറിയിരിക്കും, ഈ ഭാഗത്തേക്ക് മാറിയിരിക്കും. ആ ചാരിയിരിക്കലൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതൊക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓക്കെ, മോനിങ്ങോട്ട് പറഞ്ഞിരിക്കും. അത്യാവശ്യക്കാരൊക്കെ ചെയ്യും, സംസാരം ഒഴിവാക്കുക. ദയവ് ചെയ്തിട്ട് സംസാരിക്കുക. മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചപ്പോ സ്വഹാബാക്കള് ചിലർ അയാളെ വീട്ടിലേക്ക് പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അവസാനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? അയാൾ പറഞ്ഞ മറുപടി, ഞാൻ അന്നാന്ന് തീർക്കും, ഒന്നും ഞാൻ എന്റെ ഹൃദയത്തിൽ ബാക്കി വെക്കാറില്ല. ഒരാളോടും എനിക്ക് പകയോ വിദ്വേഷമോ ഇല്ല, ഒരാളോടും എനിക്ക് വെറുപ്പോ കുശുമ്പോ ഇല്ല, ഒരാളോടും എനിക്ക് പകരം വീട്ടുവാനായി മനസ്സിലൊന്നും ബാക്കിയില്ല. എന്റെ ഹൃദയം ശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിന്റെ നിഷ്കളങ്കതയാണ് സൗമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മള് പട്ടിണി, അള്ളാഹ് റസൂൽ പഠിപ്പിച്ചില്ല, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ പട്ടിണി എനിക്ക് വേണ്ട. മല്ലം യദഅ ഖൗല സൂറ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ തദഅ തഅമഹു വശറാബഹു. ചീത്ത വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്തവൻ പട്ടിണി കിടക്കണമെന്ന് എനിക്ക് യാതൊരു ആവശ്യമില്ല. ആർക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടക്കണം? ആർക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടക്കണം? ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ലടോ, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അതിലൊരു മാറ്റം വരുത്താതെ നമ്മൾ മനസ്സ് ക്ലീൻ ആയിട്ട് പട്ടിണി കിടക്കുമ്പോ അവിടെ ഒരു കമ്പനം നടക്കും, അവിടെ ഒരു പ്രോസസ് നടക്കും. ആ ഹൃദയത്തിൽ തൗബയുടെ തെളിനീർ കൊണ്ട് തപിക്കുന്ന ഹൃദയത്തെ നമ്മളിങ്ങനെ വിമലീകരിച്ചെടുക്കുമ്പോ, വിശുദ്ധീകരിച്ചെടുക്കുമ്പോ അതിങ്ങനെ നിർമ്മലമായി വിശുദ്ധമായി വരുന്ന ഒരു പ്രോസസ്. അതാണ് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുമ്പോ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. അതാണ് തല ഉയർത്താതെ സുജൂദിൽ തന്നെ ദീർഘമായി കിടക്കുമ്പോ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. അതാണ് പ്രയാസപ്പെട്ട് ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് ഈ ചൂടിലും പട്ടിണി കിടക്കുമ്പോ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ. ഇപ്പോഴും ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാത്തവൻ, ഉമ്മ പറഞ്ഞത് കേൾക്കാത്തവൻ, ഉമ്മാക്കെതിരെ കത്തി ചൂണ്ടുന്നവൻ, സ്വന്തക്കാർക്കെതിരെ ആയുധമെടുക്കുന്നവൻ, ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ ഇല്ലാതാക്കാൻ തയ്യാറില്ലാത്തവൻ പട്ടിണി കിടന്നിട്ട് എന്ത് കിട്ടാനാ?
അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി? അതുകൊണ്ട് നനച്ചുകൂടി തുടങ്ങേണ്ടത് അവിടുന്ന്. പകൽ റമദാൻ ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നമ്മുടെ നിയ്യത്ത് ആദ്യം ശരിയാക്കുക, ഹൃദയം നന്നാക്കുക. നിയ്യത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കുന്ന കൂലി കിട്ടണമെങ്കിൽ ആദ്യം ആ ഹൃദയത്തെ സെറ്റാക്കണം, ട്യൂൺ ചെയ്യണം. ഇനിയുള്ള മണിക്കൂറുകൾ ആരെങ്കിലും ആയിട്ട് വല്ല പ്രശ്നം ബാക്കിയുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇപ്പൊ ഞമ്മക്ക് ജീവൻ ബാക്കിയുണ്ടല്ലോ, ജീവൻ ബാക്കിയുണ്ടല്ലോ. എന്ത് കണ്ടിട്ടാണ് ഞാനും നിങ്ങളും അഹങ്കാരം കാണിക്കണത്? എന്ത് കണ്ടിട്ടാ? ഇവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ ബാക്കിയാവുന്ന ഉറപ്പില്ലാത്ത ഒരു റൂഹിന്റെ ധൈര്യത്തിലോ? ആരെ കയ്യില്? നമ്മളെ കയ്യിലാണോ അത്? എന്നിട്ട് നമ്മള് പൊട്ടിക്കരച്ചിലുണ്ട്. എപ്പെന്നറിയോ? ഈ കുശുമ്പും പകയും വിദ്വേഷവും പുറത്തു കൊടുക്കായ്മയും കൊണ്ടെടുക്കുന്ന ആള് അയാളെ 3 തുണിയിൽ പൊതിഞ്ഞ് കെട്ടി വച്ചിട്ടുണ്ട്. ഒരു ചെന്നിട്ട് പടച്ചോനെ, ആർക്ക് വേണത്? ഒരു പൊട്ടിക്കരച്ചിൽ, ഒരു നാടകം. എത്ര കാലമായി ഞങ്ങൾ തെറ്റി നിൽക്കണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു, ശരിയാ, ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോണം. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് പോണം. ഈ ജുമാ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ ജുമാ കഴിഞ്ഞ ഉടനെ പോണം. ഒന്ന് മുഖം മനസ്സ് കൊടുത്ത് ചിരിക്കണം, ഒന്ന് ചേർത്ത് നിർത്തണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, അവസാനിപ്പിക്കണം. എന്നിട്ട് വന്നാ മതി അസർ ജമാഅത്തിന്. അപ്പോഴേ ആ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഇതും കൊണ്ട് നമ്മൾ എത്ര കുനിയിട്ടും കാര്യമില്ല. ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, തസവ്വദു ഫഇന്ന ഖൈറ സാദി അത്തഖ്വ. അതുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് നടക്കണം. അങ്ങനെ ചെയ്തവർക്ക് അള്ളാഹു കൂലി അധികരിപ്പിച്ച് കൊടുക്കും. അല്ലാത്തവരെ കുറിച്ച് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാണ് പാപ്പരായവൻ? മുഫ്ലിസ്. അറിയാലോ, റസൂൽ പറഞ്ഞിട്ടുണ്ട്, സഹാബാക്കൾ പറയുന്നത് പൈസയൊക്കെ തൊലഞ്ഞവനാണ്. അങ്ങനത്തെ കുറെ ആൾക്കാർ ഇപ്പൊ ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് അവസാനം എത്തിപ്പെടുന്ന ദുരന്തം നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മീഡിയ വഴി അറിയുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെയൊക്കെ. മുഫ്ലിസ് അള്ളാഹു റസൂൽ പറഞ്ഞ, സഹാബാക്കൾ പറഞ്ഞ അതാ, പൈസയൊക്കെ പോയവൻ, ഇല്ലാത്തവൻ, ഓനാണ് മുഫ്ലിസ്. അത് മുഫ്ലിസാണ്. അതിനെ വെച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, ഇതിലും വലിയൊരു ദുരന്തം ഒരു മകൻ തന്റെ കുടുംബത്തിലുള്ള ഉറ്റവരെയും ഉടവരെയും അടക്കം 5 ആളെ കൊല്ലുന്നതിനേക്കാൾ വലിയ ദുരന്തം മുഫ്ലിസിന് വരാനിരിക്കുന്നു നാളെ പരലോകത്ത്. അതേതാ? അതാണ് വലിയ ദുരന്തം. അതെന്താ ദുരന്തം? നമസ്കാരവും വസിയം നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് പരലോകത്ത് വരും. കൊന്നോനല്ല, കൊന്നോനത് വേറുണ്ട്. പരലോകത്തൊക്കെ ആയിട്ട് വരും. പക്ഷെ ഓനെ കുറെ ചീത്ത പറഞ്ഞു, ഇവരെ കുറിച്ച് വേണ്ടാത്തത് പ്രചരിപ്പിച്ചു. ഓന്റെ സമ്പത്ത് ആരും അറിയാതെ എടുത്തു തിന്നു. കള്ളക്കച്ചവടങ്ങള്, പലിശ ഇടപാടുകള്, അനർഹമായ സമ്പാദ്യങ്ങള്, ഇതൊക്കെ വെച്ചിട്ട് യാ റബ്ബി യാ റബ്ബി റമദാനും ശവ്വാലും ദുൽഖഅദും ദുൽഹിജ്ജും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവൻ അടിച്ചു, ഓന്റെ രക്തം ചിന്തി, അവനായിട്ട് ഇതൊക്കെ ചെയ്തു. പരലോകത്ത് വരുമ്പോഴോ ഇവന്റെ നന്മട്ടിട്ടൊക്കെ അവന് കൊടുക്കും. നോമ്പൊക്കെ എടുത്തിട്ട് കൂലി ഓന് കൊടുക്കും, സക്കാത്തിന്റെ കൂലി ഇവന് കൊടുക്കും, ഹജ്ജിന്റെ കൂലി മറ്റോക്ക് കൊടുക്കും. അവസാനം ഇവന്റെ അടുക്കൽ കൊടുക്കാനുള്ളത് തീർന്നു. പക്ഷെ ഓൻ ചീത്ത പറഞ്ഞത്, ഓൻ മനസ്സിൽ കൊണ്ടു നടന്നത് ഇപ്പോഴും ബാക്കിയാ. അപ്പൊ എന്താ ചെയ്യാ? കൊടുക്കാനൊന്നുമില്ല, കാലിയായി. നിറഞ്ഞ ചാക്കുമായിട്ടാണ് പരലോകത്തേക്ക് വന്നത്. ചാക്കിലാകെ നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ പരലോകത്തെ ചാക്ക് കാലിയാ. അപ്പൊ പിന്നെന്താ ചെയ്യാ? അല്ലാഹ് പറയാണ്, ഈ ആരെ കുറിച്ചാണോ ഇവൻ ചെയ്തത്, ഇവൻ പറഞ്ഞത്, ഓന്റെ കുറ്റെടുത്തിട്ട് ഇവന്റെ പരിധിക്ക് വേണ്ടി വെച്ചിട്ടു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അവസാനം എല്ലാം കൂടി ഇവന്റെ പരിധിയിൽ വെച്ച് കെട്ടിയിട്ട് ഇവനെ പിടിച്ച് നരകത്തിലിടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, നനച്ചു കുളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ് കഴുകേണ്ടത്. തിരുത്താൻ തയ്യാറാവുക. കൊക്കല് ജീവണ്ടല്ലോ, ഒപ്പം വിട്ടുകൊടുക്കുക. വെച്ചുകൊണ്ടിട്ട് ഒരു കാര്യമില്ല, ഇത് വളരൂല, ഇത് കൂടെ ഉള്ളൂ. ഇതിന്റെ കിബറും അഹങ്കാരം കൂടിയിട്ട് നമ്മൾ അവസാനം ഹൃദയം പൊട്ടി മരിക്കുകയുള്ളൂ. പൊട്ടിയിട്ട് ഐസിയുവിൽ കിടക്കുമ്പോ ചെറിയൊരു ഉള്ളോർമ്മ ഉണ്ടാവും. കണ്ണ് തുറക്കൂല, ഉള്ളിലൊരു ഓർമ്മ ഉണ്ടാവും. മക്കള് വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ പറയും, ബാപ്പച്ചിയെ, ഉമ്മച്ചിയെ, എടാപ്പ, മൂത്താപ്പ വന്നാണ്, നിങ്ങളോട് സലാം പറയുന്നുണ്ട്, മടക്കിക്കോളി. അതിന് കാത്തു നിൽക്കണോ? അതിനാണോ കാത്തിക്കണത്? എന്നിട്ട് തുറക്കാത്ത കണ്ണുകൊണ്ട് ഉള്ളുന്ന് അവസാനം നമ്മളെ സമാധാനിക്കുക, മടക്കിയെന്നാ തോന്നുന്നത്. ഇപ്പൊ ജീവണ്ടല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസ് ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് ബിത്തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാൽ അഖിയാർ മാ ദാമത് സമാവാതി വൽ അർളി മാ തറക്കബത് ദുൽമാത് വൽ അൻവാർ മാ മഅതഖുല്ലാ. വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തെ പഠിച്ച് ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന, ഈ റമദാൻ ഞാൻ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആത്മാഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു റമദാനിനെ യാത്രയാക്കിയിട്ട് ശവ്വാൽ 1 ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇപ്പോ നമ്മൾ തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം നമ്മളെ ഉള്ളിൽ നിന്ന് എടുക്കുക, കുറഞ്ഞു കൊടുക്കുക, അഹങ്കാരം വിടുക. കുറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹ് നമുക്ക് കൂട്ടിത്തരും. നമ്മൾ സ്വയം വലുതാവാൻ തയ്യാറായാലോ അള്ളാഹ് നമ്മളെ ചെറുതാക്കും. അള്ളാഹ് ചെറുതാക്കണോനെ ഒരാൾക്കും വലുതാക്കാൻ കഴിയില്ല. അള്ളാഹ് വലുതാക്കിയവനെ ഒരാൾക്കൂട്ട് ചെറുതാക്കാനും പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ വലിയവരാവാൻ നമ്മൾ വിട്ടുകൊടുക്കുക. അങ്ങനെ റമദാനെ സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നപ്പോയ തെറ്റുകുറ്റങ്ങളെ നമുക്ക് വിട്ടുപറത്തി മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശ്രോതാക്കളെയും സാലിഹ്യങ്ങളെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടും.